നിങ്ങളോട് ആരെങ്കിലും കള്ളം പറയുന്നതായിട്ട് തോന്നാറുണ്ടോ? കള്ളത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുന്ന പോലെയാണ്. അതിപ്പോൾ ചെറിയ കള്ളങ്ങളായാലും വലിയ കള്ളങ്ങളായാലും. പക്ഷേ നമ്മളെ കള്ളത്തരങ്ങൾ എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ ബ്രെയിന് അതിൻ്റെ ചില സൈൻസ്, ചില ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. കണ്ണിൽ നോക്കി സംസാരിക്കാതിരിക്കുന്നത് മുതൽ ഓവറായിട്ട് ഫിഡ്ജറ്റിംഗ് ചെയ്യുന്നത് വരെ ഒരുപാട് സയൻസ് ഉണ്ട്. ആൻഡ് ഈ സയൻസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ സത്യമാണോ പറയുന്നത് അതോ കള്ളമാണോ പറയുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കള്ളത്തരം പറയുന്നവരുടെ 7 ലക്ഷണങ്ങളാണ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ എന്തുകൊണ്ട് ആളുകൾ കള്ളം പറയുന്നു? കള്ളം പറയുക എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നമ്മളെല്ലാവരും ലൈഫിൽ പല പോയിന്റ്സിലും കള്ളം പറയാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതാവും. ചിലപ്പോൾ മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ ഒരു മോശം സിറ്റുവേഷൻസിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടാവാം. അങ്ങനെ കാരണങ്ങൾ പലതാവും. സോ ഒരു കള്ളം പറയുന്നതിൻ്റെ മോട്ടിവേഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കലാണ് കള്ളത്തരം കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു സിറ്റുവേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളം പറയുമ്പോൾ ആളുകൾ പല സൈൻസും അവിടെ കാണിക്കുന്നുണ്ടാവും, അവർ പോലും അറിയാതെ. കാരണം ഒരാൾ കള്ളം പറയുമ്പോൾ അത് അയാളുടെ മനസ്സിനെയും ശരീരത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു എക്സ്ട്രാ മെൻ്റൽ എഫേർട്ട് വേണ്ടി വരും. കാരണം കേട്ടാൽ വിശ്വസിക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും കള്ളം പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കൊഗ്നിറ്റീവ് ലോഡ് അവിടെ വരികയാണ്. ചില കാര്യങ്ങൾ തമ്മിൽ കണക്റ്റ് ആവില്ല, അറിയാതെ വായിന്ന് വേറെ എന്തെങ്കിലും വന്നു പോകും. പിന്നെ അതിനൊക്കെ അപ്പുറം ഫിസിക്കൽ സൈൻസ് ഓഫ് ഡിസ്കംഫോർട്ട് കൂടി ഉണ്ടാവും, ലൈക്ക് ഫിഡ്ജറ്റിംഗ്, അവോയ്ഡിങ് ഐ കോണ്ടാക്ട് എക്സെട്ര. ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കള്ളത്തരം പറയുന്നവരെ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചില സയൻസ് നോക്കാം. ബട്ട് അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ കുക്കു FM-ലൂടെ ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്, ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. ദൈവത്തിൻ്റെ വികൃതികൾ, ആരാച്ചാർ, മഞ്ഞവെയിൽ മരണങ്ങൾ, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ അവതരണമാണ്. ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു FM-ൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു FM ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. and നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. നമ്പർ 1, അവോയ്ഡിങ് ഐ കോണ്ടാക്ട്. കള്ളം പറയുന്നവരിൽ നമുക്ക് ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കണ്ണിൽ നോക്കാതെയുള്ള സംസാരം. കള്ളത്തരം പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. ഓ, ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ണിൽ നോക്കി സംസാരിക്കാതിരുന്നാൽ അവർക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടാണ് മിക്ക ആളുകളും ഇങ്ങനെ ചെയ്യുക. പക്ഷേ പഠിച്ച കള്ളന്മാർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില ആൾക്കാർ കള്ളം പറയുമ്പോൾ ഞാൻ കള്ളമല്ല പറയുന്നത് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത് ഐ കോണ്ടാക്ട് കൊടുക്കും, ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ഐ കോണ്ടാക്ട് കൊടുക്കും. ബട്ട് അതൊട്ടും നാച്ചുറൽ ആവില്ല. ഒരു നാച്ചുറൽ ഐ കോണ്ടാക്റ്റും വിയേർഡായിട്ടുള്ള ഐ കോണ്ടാക്റ്റും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഇനി നോർമലായിട്ട് ഐ കോണ്ടാക്ട് തന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒട്ടും ഐ കോണ്ടാക്ട് തരാതെ സംസാരിക്കുകയാണെങ്കിൽ ദെൻ അത് അയാൾ കള്ളം പറയുന്നതിൻ്റെ നല്ലൊരു സൈനാണ്. നമ്പർ 2, ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റോറീസ്. ഒരാൾ സത്യം പറയുമ്പോൾ അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അയാളോട് അതിനെപ്പറ്റി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം പറഞ്ഞത് തന്നെയാവും പിന്നെയും പറയാം. ബിക്കോസ് ഓബ്വിയസ്ലി അയാൾ സത്യമാണ് പറയുന്നത് ആൻഡ് അധികം ആലോചിക്കേണ്ടി വരില്ല. പക്ഷെ കള്ളം പറയുമ്പോൾ അങ്ങനെ ആവില്ല. കാരണം കള്ളം പറയുമ്പോൾ കെട്ടിച്ചമച്ചുള്ള കഥകളാവും പറയുക, ഒട്ടും കൺസിസ്റ്റൻ്റ് ആവില്ല. ആദ്യം പറഞ്ഞതാവില്ല പിന്നത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ പറയുന്നത്. സോ അങ്ങനെ ഇൻകൺസിസ്റ്റൻസീസ് വരും. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളായിരിക്കും, ബട്ട് ചിലപ്പോൾ വലിയ മാറ്റങ്ങളാവാം. ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു എന്ന്, പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന്. അപ്പോൾ തന്നെ മനസ്സിലാവും ആൾ കള്ളമാണ് പറയുന്നത് എന്ന്. സോ ഒരേ ചോദ്യത്തിന് പല സമയത്തും പല ഉത്തരങ്ങളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ദെൻ അയാൾ പറയുന്നത് കള്ളമാവാനാണ് ചാൻസ്. നമ്പർ 3, എക്സസീവ് ഫിഡ്ജറ്റിംഗ്. പേടിയുടെ ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷണമാണ് ഫിഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ കൂടുതലായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്. ആൻഡ് കള്ളം പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ പേടി വരും. ആളുകൾ ആൻഷ്യസ് ആവും, സ്ട്രെസ്ഡ് ആവും. ആൻഡ് അത് അവരുടെ ഈ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. കോമൺ ആയിട്ടുള്ള ചില ഫിഡ്ജറ്റിംഗ് ബിഹേവിയേഴ്സ് ആണ് ഫിംഗേഴ്സ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കളിച്ചുകൊണ്ടിരിക്കുക, മുഖത്ത് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക, ഇരിക്കുന്ന ക്ലോത്ത്സ് ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എക്സെട്ര. ഇത് അയാളുടെ ഡിസ്കംഫോർട്ടാണ് കാണിക്കുന്നത്. കുറച്ചൊക്കെ ഫിഡ്ജറ്റിംഗ് ചില സിറ്റുവേഷൻസിൽ നോർമലാണ്. ഫിഡ്ജറ്റിംഗ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് അയാൾ കള്ളമാണ് പറയുന്നത് എന്നല്ല. ബട്ട് ഓവറായിട്ട് ഫിഡ്ജറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ദെൻ അത് കള്ളം പറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്പർ 4, ഡിലേയ്ഡ് റെസ്പോൺസസ്. ആളുകൾ സത്യം പറയുകയാണെങ്കിൽ
ചോദ്യം ചോദിക്കുമ്പോൾ ഫാസ്റ്റായിട്ട് അപ്പം തന്നെ മറുപടി പറയും ആൻഡ് നാച്ചുറൽ ആയിരിക്കും. ബട്ട് കള്ളം പറയുന്നവർക്ക് കൂടുതൽ കൊഗ്നിറ്റീവ് എഫേർട്ട് വേണ്ടി വരും. കാരണം കേട്ടാൽ വിശ്വാസം വരുന്ന രീതിയിലുള്ള കഥ വേണം പറയാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം പറയാൻ. ഈ എക്സ്ട്രാ മെൻ്റൽ എഫേർട്ട് ആവശ്യമുള്ളതുകൊണ്ട് അവർ മറുപടി പറയാനായിട്ട് കുറച്ച് താമസം എടുക്കും. സോ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ തന്നെ മറുപടി പറയാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരിങ്ങനെ സെൻറ്റൻസ് കെയർഫുള്ളി കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ തോന്നുകയാണെങ്കിൽ ദെൻ അവർ പറയുന്നത് മുഴുവൻ സത്യമായിരിക്കില്ല. ദേ മേ ബി ലൈൻ. നമ്പർ 5, contradictory body language. This is important. Body language speaks louder than words. Especially പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാച്ച് ആവുന്നില്ലെങ്കിൽ. കള്ളത്തരം അറിയുന്നവർ ചിലപ്പോൾ ഒരേ കാര്യം തന്നെയാവും പിന്നെയും പറയാം, ബട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ പിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോർമലി യെസ് എന്നതിന് വെർട്ടിക്കലി തലയാട്ടും ആൻഡ് നോ എന്നതിന് ഹൊറിസോണ്ടലി തലയാട്ടും, ഷെയ്ക്ക് ചെയ്യും. ഇനി ഒരാൾ നിങ്ങളോട് വെർബലി യെസ് പറയാണ്, ബട്ട് അത് പറയുന്ന സമയത്ത് തലയാട്ടുന്നത് നോ എന്ന രീതിയിലാണെങ്കിൽ അപ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ വന്നു. അതായത് പറയുന്ന കാര്യവും ബോഡി ലാംഗ്വേജും തമ്മിൽ മാച്ച് ആവുന്നില്ല. ഇങ്ങനെ വെർബൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഫിസിക്കൽ ക്യൂസും തമ്മിൽ മാച്ച് ആവുന്നില്ലെങ്കിൽ, കോൺട്രഡിക്ഷൻ വരികയാണെങ്കിൽ ദെൻ അത് കള്ളം പറയുന്നതിൻ്റെ നല്ലൊരു സൈനാണ്. സോ മറ്റുള്ളവരുടെ ജസ്റ്റേഴ്സ്, പോസ്ചർ ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. നമ്പർ 6, ടു മച്ച് ഡീറ്റെയിൽ. കള്ളം പറയുമ്പോണ്ടല്ലോ ആളുകൾ അവരുടെ സ്റ്റോറി കൂടുതൽ വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പറയാം. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കും. ഞാൻ പിടിക്കപ്പെടുമോ എന്നുള്ള പേടി കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ട് ഈ ഓവർ എക്സ്പ്ലനേഷൻ പലപ്പോഴും അവർക്കെതിരായിട്ടാണ് വർക്ക് ആവുക. കാരണം ജെന്യുവൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ, കോളേജ് കഴിഞ്ഞിട്ട് എന്തെന്ന് പരിപാടി എന്ന് ചോദിച്ചാൽ, കോളേജ് കഴിഞ്ഞിട്ട് എന്താ, വീട്ടിൽ വന്ന് ചായ അടിച്ചു, പിന്നെ നല്ല ടയേർഡായിരുന്നു, സോ വേഗം കിടന്നുറങ്ങി. സത്യം പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ കള്ളം പറയുകയാണെങ്കിൽ, വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു, പിന്നെ വീട്ടിൽ വന്ന് ചായ കുടിച്ചു, ചായ മിക്സറുമാണ് കഴിച്ചത്, ചായക്ക് മധുരം കുറച്ച് കുറവായിരുന്നു, പിന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ട് പോയി കിടന്നു, പക്ഷെ പെട്ടെന്ന് ഉറങ്ങിയില്ല, കുറേ തിരിഞ്ഞും പറഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് ഉറങ്ങിയത്. അങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ജെന്യുവൻ ആയിട്ട് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. സോ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓവറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അതും നല്ലൊരു സൈനാണ്. നമ്പർ 7, ഡിഫെൻസീവ്നെസ്. ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമ്പോൾ ലയേഴ്സ് ഭയങ്കര ഡിഫെൻസീവ് ആയിരിക്കും. ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനായിട്ട് തയ്യാറാവില്ല. ബിക്കോസ് അവർ ത്രെറ്റൻഡ് ആയിരിക്കും. നമ്മളുടെ കള്ളത്തരം പിടിക്കപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവർ കുറച്ചുകൂടി കാമായിരിക്കും. ക്വസ്റ്റ്യൻസിന് മറുപടി പറയാനായിട്ട് തയ്യാറായിരിക്കും. കള്ളത്തരം പറയുന്നവർ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. എക്സാജറേറ്റഡ് ഇമോഷൻസ് ആയിരിക്കും. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആള് അൺയൂഷ്വൽ ആയിട്ട് ഡിഫെൻസീവ് ആവുകയാണ്, ദേഷ്യപ്പെടുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ദെൻ അത് കള്ളം പറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അവരവരെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കള്ളം പറയുന്നവരുടെ കുറച്ച് ലക്ഷണങ്ങളാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു സൈൻ ഉണ്ട് എന്ന് വിചാരിച്ച് അയാൾ കള്ളം പറയുകയാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കരുത്. ഫോർ എക്സാമ്പിൾ, അയാൾ ഐ കോണ്ടാക്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഫിഡ്ജറ്റിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മേ ബി നെർവസ്നെസ്, ഷൈനസ്, സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ സൈൻസ് നോക്കുക, ഒന്നിലധികം സൈൻസ് നോക്കണം. ഫോർ എക്സാമ്പിൾ, ഒരേ സമയം കണ്ണിൽ നോക്കുന്നില്ല, ഫിഡ്ജറ്റിങ് ചെയ്യുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല, അങ്ങനെ മൾട്ടിപ്പിൾ സൈൻസ് ഒരുമിച്ച് വരികയാണെങ്കിൽ ദെൻ അയാൾ പറയുന്നത് കള്ളമായിരിക്കും. ഇങ്ങനെ സൈൻസ് കമ്പൈൻ ചെയ്യണം. ആൻഡ് ദ കീ ഈസ് ടു ഒബ്സർവ് പാറ്റേൺസ്. സാധാരണയായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ ചില സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കോണ്ടെക്സ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയുള്ളതാണ്, അപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നിഗമനത്തിലെത്താൻ. അതേപോലെ സിറ്റുവേഷൻ നോക്കുക. ചില കള്ളങ്ങളൊന്നും ഹാംഫുൾ ആയിരിക്കില്ല ആൻഡ് അത് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ബട്ട് ചില കള്ളങ്ങൾക്ക് സീരിയസ് കോൺസിക്വൻസസ് ഉണ്ടാക്കും. സോ സിറ്റുവേഷൻസും നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ ലയേഴ്സിനെ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടീസും പേഷ്യൻസും ഒക്കെ ആവശ്യമുള്ള ഒരു സ്കില്ലാണ്. അതിന് മൾട്ടിപ്പിൾ സയൻസ് കമ്പൈൻ ചെയ്യണം, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം ആൻഡ് എത്തിക്കലായിട്ട് യൂസ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. Have a great day.